പ്രിയപ്പെട്ടവരെ, ഷാലോൺ ടി വി തയ്യാറാക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഈ മരിയൻ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നാം നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ കണ്ടു എപ്രകാരമാണ് രക്ഷകൻ്റെ അമ്മയായ മേരിയെ ലോകാരംഭത്തിന് മുമ്പേ ദൈവം തിരഞ്ഞെടുത്തതെന്നും എപ്രകാരം വിശദീകരിച്ചുവെന്നും സുവിശേഷത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി. നസ്രത്തിലെ മേരിയെ തൻ്റെ പ്രിയപുത്രൻ്റെ അമ്മയാക്കി തീർക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് അമലോത്ഭവം എന്ന ആ മഹാദാനം നൽകി വിശദീകരിച്ച് ഒരുക്കുകയാണ്. അതിനുശേഷം മേരിയെ പ്രത്യേകമായി അവിടുന്ന് തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നു. ഈ മേരിയെ സഭയുടെ ആദിമ നൂറ്റാണ്ട് മുതൽ മറ്റൊരു പേരും നൽകി വിളിച്ചിരുന്നു, മേരി കന്യകയായിരുന്നു എന്ന്. നിത്യകന്യക, അതൊരു പുണ്യപ്പെട്ട നാമമാണ്. അതിനൊരു വലിയ അർത്ഥമുണ്ട്. അതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിനടിസ്ഥാനമുണ്ട്. ഉദാഹരണത്തിന് ഏശയ്യായുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ വരാൻ പോകുന്ന രക്ഷകനെ പറ്റി പ്രവചിക്കുന്നുണ്ട്. ആ പ്രവചനം ഇതാണ്: അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ചില ബൈബിളിൽ കന്യകയെന്നും ചില സ്ഥലത്ത് യുവതിയെന്നും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മൂലാർത്ഥം ഒന്ന് തന്നെയാണ്. അതായത് പാപം മേശാത്ത ഒരു വ്യക്തി ആയിരിക്കും വരാൻ പോകുന്ന രക്ഷകന് ജന്മം നൽകുന്നത്. ഇത് തന്നെയാണ് സുവിശേഷത്തിലും നാം കാണുന്നത്. മേരിയെപ്പറ്റി പറയുമ്പോൾ എപ്രകാരമാണ് മേരിയെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് ലൂക്കാ സുവിശേഷകനാണ് മനോഹരമായി അത് കൊണ്ടുവരുന്നത്. നന്മ നിറഞ്ഞവളായിട്ട് മേരിയെ അവിടെ അവതരിപ്പിക്കുകയാണ്. ഇതാണ് കന്യകത്വത്തിൻ്റെ അർത്ഥം തന്നെ. അതായത് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അതനുസരിക്കുന്ന വ്യക്തി, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് സ്വയം സമർപ്പിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്കാണ് കന്യക എന്ന് പറയുന്നത്. ഈ കന്യാത്വം സഭ ആരംഭം മുതലേ മേരിക്ക് നൽകിയിരുന്നു. അതുകൊണ്ടാണ് കന്യകയെന്നും നിത്യകന്യകയെന്നും എല്ലാം മേരിയെ വിളിച്ചിരുന്നത്. നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും നാം ചൊല്ലാറുണ്ടല്ലോ, അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. അതാണ് മേരിയ മറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. ഈ ഒരു വലിയ സത്യമാണ് തിരുസഭ മേരിയുടെ കന്യാത്വവുമായി ബന്ധപ്പെടുത്തി നമ്മെ പഠിപ്പിക്കുന്നത്. മേരി കന്യകയാണ്, നിത്യകന്യകയാണ് എന്നത്. അച്ഛാ, മേരി യേശുവിന് ജന്മം നൽകുന്ന അവസരത്തിൽ കന്യകയായിരുന്നു എന്ന് സുവിശേഷം സാക്ഷ്യം നൽകുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അതുപോലെ തന്നെ മത്തായി 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അച്ഛാ, എന്നാൽ മേരി നിത്യകന്യകയാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ സത്യം പഠിപ്പിക്കുന്നത് വഴി എന്ത് ആത്മീയ ഫലമാണ് സഭയിൽ ഉളവാകുന്നത്? യേശുവിൻ്റെ അമ്മ കന്യകയായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് ലൂക്കായുടെ സുവിശേഷത്തിലും അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും. മത്തായിയുടെ സുവിശേഷത്തിൽ ഏശയ്യായുടെ ആ പ്രവചനം പൂർത്തിയായി എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം എഴുതുന്നത്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്,
മേരിയിൽ നിന്നും ജനിച്ച ആ ശിശു അത് സ്വാഭാവികമായി ഈ ലോകത്ത് ജനിച്ച ഒരു ശിശുവല്ല. സാധാരണ പുരുഷ ബന്ധത്തിൽ നിന്നുമാണ് ഒരു ശിശു പിറക്കുന്നത്. എന്നാൽ അതല്ല, ഇത് അതിസ്വാഭാവികമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലമാണ് യേശു ജനിച്ചത് എന്ന് മത്തായി സ്ലീഹായും അതുപോലെ യോഹന്നാൻ സ്ലീഹായും ഇവിടെ കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം കൊണ്ടുവരുന്നത്, യേശുവിൻ്റെ ആ അസ്തിത്വം എവിടുന്ന് തുടങ്ങുന്നു, അത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. എന്നാൽ മാനുഷികമായ അസ്തിത്വം എടുക്കുന്നത് അത് മേരിയിൽ നിന്നാണ്. ഈ അവസരത്തിൽ മേരിയുടെ അവസ്ഥ, മേരി കന്യകയായിരുന്നു എന്നതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി കന്യാത്വം എന്താണ്? ഒരു കന്യക എന്ന് പറയുന്നത് എന്താണ്? സാധാരണ നമ്മുടെ അറിവ് ശാരീരികമായ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ ഇവിടെ വരുന്നത്, നമുക്കറിയാം കന്യാത്വം എന്ന് പറയുന്നതിന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ശാരീരികമായ കന്യാത്വം, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ. ഒരു സ്ത്രീ പരപുരുഷനുമായിട്ടൊന്നും ബന്ധമില്ലാതെ ജീവിക്കുന്ന ആ കന്യാത്വം ശാരീരികമായ കന്യാത്വം. അതുപോലെ തന്നെ മാനസികമായ ഒരു കന്യാത്വമുണ്ട്. മനസ്സിൻ്റെ വിശുദ്ധി, നന്മയിൽ ജീവിക്കുന്നു, നന്മ വിചാരിക്കുന്നു, നന്മ പ്രവർത്തിക്കുന്നു. അത് മാനസികമായ ഒരു കന്യാത്വമാണ്. 3ാമത്തെ കന്യാത്വം സുവിശേഷത്തിനെ കാണുന്ന ആത്മീയമായ കന്യാത്വം. അതായത് ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം, അത് കന്യാത്വമാണ്. അത് വരുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ഇപ്പോൾ ആ വിശ്വാസമാണ് ഈ കന്യാത്വത്തിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിലനിൽക്കുന്നത്. ഇവിടെ മേരി കന്യകയെന്ന് സുവിശേഷകർ പറയുമ്പോൾ അവിടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മേരി പൂർണ്ണമായും ദൈവവചനത്തോട് വിശ്വസ്തയായിരുന്നു. ആ വിശ്വസ്തതയാണ് മേരിയിൽ വിശുദ്ധിയുടെ ആ വലിയ മകുടം ചാർത്തുന്നത്. രണ്ടാമത്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായി വിശ്വാസത്തോടെ സഹകരിച്ചവളാണ്. ഇതാണ് ശരിക്കും കന്യാത്വത്തിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ ഇപ്പം ചോദിച്ചല്ലോ, നിത്യകന്യക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു ആദിമ നൂറ്റാണ്ട് മുതൽ ചർച്ചാ വിഷയമായിരുന്നൊരു സംഭവമുണ്ടായിരുന്നു. മേരി എന്നായിരുന്നു ഈ കന്യക ആയിരുന്നതെന്നും അതെത്ര നാൾ ഉണ്ടായിരുന്നുവെന്നും, പ്രസവത്തിന് മുമ്പിലെ, പ്രസവത്തിൽ, അല്ലെങ്കിൽ പ്രസവിക്കുന്നതിന് ശേഷം, ഈ 3 അവസ്ഥയുണ്ടല്ലോ. പക്ഷേ സുവിശേഷത്തിൽ നിന്നും സഭാ പാരമ്പര്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് മേരി ശാരീരികമായും മാനസികമായും ആത്മീയമായും പൂർണ്ണ കന്യകയായിരുന്നു. പ്രസവത്തിന് മുമ്പിലെ അതിന് വ്യക്തമായ സുവിശേഷം മത്തായി സ്ലീഹായും ലൂക്കാസ് സ്ലീഹായും നമുക്ക് നൽകുന്നുണ്ട്. പ്രസവത്തിലും അവൾ കന്യകയായിരുന്നു എന്ന് തന്നെയാണ് പഠനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പിന്നീടും യേശു ജനിച്ച ശേഷവും മേരി ശാരീരികമായും ആത്മീയമായും മാനസികമായും കന്യകയായിരുന്നു എന്നാണ് സഭയുടെ പഠനം. അതിനെ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും പലരും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആരംഭകാലം മുതൽ സഭ വിശ്വസിക്കുന്നത് മേരി നിത്യം കന്യകയായിരുന്നു. അതായത് ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് യേശുവിന് ജന്മം നൽകുന്നതിന് മുമ്പ്, ജന്മം നൽകിയപ്പോൾ, ജന്മത്തിന് ശേഷം, അതായത് ദൈവത്തോട് പൂർണ്ണമായി വിശ്വസ്തതയായിരുന്നു മേരിക്കുണ്ടായിരുന്നു. തൻ്റെ ജീവിതം തൻ്റെ ദൗത്യത്തിന് വേണ്ടി പൂർണ്ണമായി അർപ്പിച്ചു. ഇതാണ് നിത്യകന്യാത്വം എന്നതിൻ്റെ അർത്ഥം വരുന്നത്. പരിശുദ്ധ കന്യകയുടെ കന്യാത്വം സഭയ്ക്ക് ഒരു അടയാളവും പ്രതീകമാണെന്ന് അച്ചിപ്പ തന്നെ പറഞ്ഞല്ലോ. അച്ഛതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? പരിശുദ്ധ കന്യകയുടെ കന്യാത്വം ഒരടയാളം. എന്താണ് അടയാളം? അടയാളം എന്ന് പറയുന്നത് മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നതാണ്. പ്രതീകം എന്നത് മറ്റൊന്നിന് ഒരടയാളമാണ്. അതേസമയം അതിൽ
ആ അടയാളം എന്ത് ഉൾക്കൊള്ളുന്നോ ആ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് പ്രതീകം. ഉദാഹരണമായിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളം എന്നെഴുതി ഒരു ആരോ മാർക്ക് കാണുന്നു. അതൊരടയാളമാണ്. ആ അടയാളം അനുസരിച്ച് നമ്മൾ സഞ്ചരിച്ചാൽ എറണാകുളത്തെത്തുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ജന്മദിനത്തിൽ ഞാനൊരു റോസപ്പുഷ്പം കൊടുക്കുന്നു. അതൊരു പ്രതീകമാണ്, ഒരടയാളമാണ്, പ്രതീകമാണ്. എൻ്റെ സ്നേഹം ആ റോസപ്പുഷ്പത്തിൽ തന്നെ അടങ്ങിയിരിട്ടുണ്ട്. ഇനി മേരിയുടെ കന്യാത്വം സഭയെ സംബന്ധിച്ചിടത്തോളം ഒരടയാളമാണ്, ഒരു പ്രതീകമാണ്. എന്താണ് കന്യാത്വം എന്ന് ഞാൻ വിശദീകരിച്ചു. അതായത് മേരിയുടെ സമ്പൂർണമായ ആത്മാർപ്പണം, കറകളഞ്ഞ ആഴമേറിയ വിശ്വാസം, ഇതാണ് മേരിയെ കന്യകയാക്കി തീർക്കുന്നത്. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരടയാളമാണ്. കാരണം സഭയെ ഒരു തീർത്ഥാടക സഭയാണ്. ഈ തീർത്ഥാടനം സ്വർഗരാജ്യത്തിലേക്കുള്ള തീർത്ഥാടനം ശിരസ്സായ യേശുവിനോടൊത്ത് സഭാംഗങ്ങൾ ഒന്നിച്ച് തീർത്ഥാടനം നടത്തുകയാണ് തങ്ങളുടെ ജീവിതകാലം. ഈ തീർത്ഥാടനത്തിൽ എപ്രകാരമാണ് ആദ്യത്തെ ശിഷ്യയായ മേരി ജീവിച്ചതെന്ന് നമുക്ക് മേരിയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതായത് മേരി പൂർണ്ണമായി വിശ്വസിച്ച വ്യക്തി. ഇനി മേരിയുടെ വിശ്വാസം എന്നത് ഭാഗ്യമായ ഒന്നായിരുന്നില്ല. ഹൃദയത്തിൽ ആദ്യമായി യേശുവിനെ സ്വീകരിച്ച മേരിയെയാണ് കന്യക എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത്, ആദ്യം മേരി തൻ്റെ ഹൃദയത്തിൽ യേശുവിനെ വിശ്വാസപൂർവ്വം ഗർഭം ധരിച്ചു, പിന്നീട് തൻ്റെ ഉദരത്തിലും ഗർഭം ധരിച്ചു. ഇതാണ് അടയാളം. അതുപോലെ തന്നെ പ്രതീകമാണ്, ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു. നമ്മളുടെ എന്താണ് ഈ സമർപ്പണത്തിൻ്റെ യാഥാർത്ഥ്യം? മേരി തൻ്റെ ജീവിതകാലത്തിൽ യേശുവിന് വേണ്ടി ചെയ്തതും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേർന്നതും സഹനത്തിൽ പങ്കുചേർന്നതുമെല്ലാം മേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഒരു സഹകരണമായിരുന്നു. ഇതാണ് ഇന്ന് തിരുസഭയ്ക്കും യേശു പരമേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം. തിരുസഭയ്ക്കും ആവശ്യമായിരിക്കുന്നത് മേരിയെപ്പോലെ കറകളഞ്ഞ വിശ്വാസമാണ്, ആഴമേറിയ വിശ്വാസം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഏത് സഹനത്തിൻ്റെ നിമിഷത്തിലും, ഏത് നിരാശ തോന്നുന്ന അവസരത്തിലും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പിതാവിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്ന ആ മേരിയുടെ വിശ്വാസം, അതാണ് കന്യാത്വത്തിൻ്റെ അടിസ്ഥാനം, അതാണ് മേരിയുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം. ഇന്ന് സഭ ഇതൊരടയാളമായിട്ടെടുക്കുകയാണ്. അപ്രകാരം ജീവിക്കാൻ വേണ്ടി ഒരു പ്രതീകമായിട്ട് മാറുകയാണ് തൻ്റെ ഈ തീർത്ഥാടന യാത്രയിൽ. ഇതുകൊണ്ടാണ് മേരിയുടെ കന്യത്വത്തെ അടയാളമെന്നും പ്രതീകമെന്നും പറയുന്നത്. വിശ്വാസം, സമർപ്പണം, വചനത്തോടുള്ള വിശ്വസ്തത, അതെപ്രകാരം മേരി നിർവഹിച്ചു, അത് സഭയ്ക്കും എന്നും ഒരടയാളമായി നിൽക്കുകയാണ്. ഇതേ സംബന്ധിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ സഭ വളരെ വ്യക്തമായി ഇതേപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഒരേ സമയം കന്യകയും മാതാവുമായ മറിയം സഭയുടെ പ്രതീകവും അത്യുത്തമ സാക്ഷാത്കാരവുമാകുന്നു. വിശ്വാസപൂർവ്വം ദൈവവചനം സ്വീകരിക്കുക മൂലം സഭ തന്നെ തീർച്ചയായും ഒരമ്മയായി തീർന്നു. സുവിശേഷ പ്രഘോഷണവും മാമോദീസായും വഴി പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥരായി ദൈവത്തിൽ നിന്ന് പിറക്കുന്ന മക്കൾക്ക് അവൾ നവീനവും സനാതനവുമായ ജീവൻ പകർന്നു കൊടുക്കുന്നു. തൻ്റെ പ്രിയ മണവാളിന് അവൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലും അവികലതയിലും കാത്തു സൂക്ഷിക്കുന്ന സഭയും കന്യകയാണ്. അതായത് എപ്രകാരം പരിശുദ്ധ മറിയം യേശുവിന് ജന്മം നൽകി വളർത്തി ഒരു രക്ഷാകര കർമ്മത്തിന് ഒരുക്കിയോ, അതുപോലെ തന്നെ തിരുസഭയും തൻ്റെ മക്കൾക്ക് മാമോദീസായിലൂടെ വചനപ്രഘോഷണത്തിലൂടെ പുതുജന്മം നൽകുന്നു. അങ്ങനെ പുതുജന്മം നൽകുന്ന മക്കളെ തിരുസഭ ഒരു കന്യകയായി ഇതാ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുകയാണ്. ഇതുകൊണ്ടാണ് തിരുസഭയുടെ അടയാളമാണ്, പ്രതീകമാണ് പരിശുദ്ധ കന്യാമറിയം എന്ന് പറയുന്നത്. അച്ഛൻ പറയുകയുണ്ടായല്ലോ,
കന്യാത്വത്തിന് 3 അടിസ്ഥാന തത്വങ്ങളുണ്ടെന്ന്. ശാരീരിക കന്യാത്വം, മാനസികവും ആത്മീകവും. എന്നാൽ സുവിശേഷങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ മേരിയുടെ ശാരീരിക കന്യാത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവിടെ ആയിരുന്നപ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അതിനർത്ഥം മറിയം വീണ്ടും കുട്ടികൾക്ക് ജന്മം നൽകി എന്നതല്ലേ? കൂടാതെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും പറ്റിയുള്ള പരാമർശം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളിലും വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യത്തിലും പ്രതിപാദിക്കുന്നു. ഇത് രണ്ടും മേരിയുടെ നിത്യകന്യാത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. ഒന്ന് വിശദീകരിക്കാമോ? സുവിശേഷത്തിലെ ചില പരാമർശനങ്ങൾ സഭയിൽ പണ്ടും വിമർശന വിധേയമായിട്ടുണ്ട്, ഇന്നുമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മേരിയുടെ കന്യാത്വത്തെപ്പറ്റി. അതായത് മേരി യേശുവിന് ജന്മം നൽകുന്നത് വരെ കന്യകയായിരുന്നു എന്നതിനെപ്പറ്റി സംശയം ആരും പറയുന്നില്ല. കാരണം വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വാക്യം, അതായത് അവൾ ഒരു കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അതിൻ്റെ അർത്ഥം സാമാന്യഗതിയിൽ വീണ്ടും പുത്രനോ പുത്രിമാരോ ഉണ്ടായി എന്നാണ്. പക്ഷെ ഇവിടെ ഒരു സെമിറ്റിക് ലാംഗ്വേജാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യേശു ആദ്യത്തെ പുത്രൻ എന്നതിൽ അധികമായി മറിയത്തിൽ നിന്നും പിറന്ന ദൈവപുത്രനാണെന്ന് അവിടെ മത്തായി കൊണ്ടുവരികയാണ്. അതിനെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടി ശക്തമായി ആ ഭാഷ ഉപയോഗിക്കുകയാണ്, കടിഞ്ഞൂൽ പുത്രൻ എന്നത്. അതുപോലെ തന്നെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. ഈ വരെ നമ്മൾ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു. അത് ഹെയോസ് ഹൂ എന്ന ഒരു ഹീബ്രു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വരെ എന്നർത്ഥം, അതിൻ്റെ അർത്ഥം പിന്നീട് അത് നടന്നു എന്ന് അതിനർത്ഥമില്ല. മേരി യേശുവിനെ ഗർഭം ധരിച്ചതും പ്രസവിച്ചതും ഒരു കന്യകയായിരുന്നു എന്നതിനെ ശക്തമായ ഭാഷയിൽ ഇവിടെ സുവിശേഷകർ കൊണ്ടുവരുന്നു. അത്രയേ ഉള്ളൂ. പിന്നീട് സഹോദരന്മാരെ പറ്റിയും പറയുന്നുണ്ട്. ഇതേപ്പറ്റിയും നാം ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് യേശുവിൻ്റെ സഹോദരർ അത് മേരിയിൽ നിന്നും പിറന്നവരായിരുന്നു എന്ന് ഒരു സുവിശേഷത്തിലും ഒരു പുതിയ നിയമത്തിലെ ഒരു വചന ഭാഗത്തും നാം കാണുന്നില്ല. പാരമ്പര്യവും അതിന് സാക്ഷി ആയിട്ടില്ല. അതിനും ഒത്തിരി തെളിവുകൾ നമുക്കുണ്ട്. എന്നാൽ ഇതൊന്നും മേരിയുടെ കന്യാത്വത്തെ ചോദ്യം ചെയ്യുന്നതല്ല. ശാരീരികമായ കന്യാത്വത്തെയോ ആത്മീയമായ കന്യാത്വത്തെയോ അതോ മാനസികമായ കന്യാത്വത്തെയോ മേരി ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവളായിരുന്നു. ആ സമർപ്പണം നസ്രത്ത് മുതൽ ബെത്ലേഹം വരെയും ബെത്ലേഹമിൽ നിന്നും കാൽവരി വരെയും ആ സമർപ്പണം നീണ്ടു നിന്നിരുന്നു. ആ സമർപ്പണത്തിൻ്റെ പര്യാപ്തിയായിരുന്നു യേശു തൻ്റെ അമ്മയെ നമുക്കായി നൽകിയതും. കന്യാത്വത്തിന് കൊടുത്ത ഒരു വലിയ പ്രതിസമ്മാനമാണ്. കാരണം മേരിയുടെ ആ സ്വന്തമായ തീരുമാനവും സ്വാതന്ത്ര്യവും ദൈവം എപ്പോഴും ബഹുമാനിച്ചിരുന്നു. ആ ബഹുമാനം, ആ വിളി അനുസരിച്ച് മേരി ജീവിക്കുകയും ചെയ്തിരുന്നു. ഇതുകൊണ്ടാണ് ഈ മേരിയുടെ കന്യാത്വം തന്നെ ഒരു വിശ്വാസ സത്യമായി സഭ പഠിപ്പിച്ചത്. ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ മേരിയെ വിളിച്ചിരുന്നു കന്യകയെന്ന്. അതിനുശേഷം പിന്നീട് AD 649 ലാറ്ററൻ കൗൺസിൽ വെച്ചാണ് വിശുദ്ധ മാർട്ടിൻ ഒന്നാമൻ മാർപ്പാപ്പ മേരിയെ നിത്യകന്യക എന്ന് വിളിക്കുന്നത്. പിന്നീട് സഭാവിജ്ഞാനത്തിലും പഠനത്തിലും എല്ലാം മേരിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കന്യക എന്നുള്ള ആ ബഹുമാനപ്പെട്ട വചനമാണ്. ഇവിടെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ തിരുസഭയെപ്പറ്റി പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്: ജനനത്തിൻ്റെ ആദ്യ നിമിഷത്തിൽ തന്നെ അതുല്യമായ വിശുദ്ധിയുടെ ശോഭയാൽ അലങ്കൃതയായ നസ്രസിലെ ഈ കന്യകയെ
ദൈവത്തിൻ്റെ കൽപ്പനയാൽ മാലാക പ്രസാദപര പൂരിതേ എന്നാണ് അഭിസംബോധന ചെയ്തത്. അപ്പോൾ സഭാ പഠനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മേരിയെപ്പറ്റി അവൾ കന്യകയായിരുന്നു, നിത്യകന്യകയായിരുന്നു. അതിൻ്റെ ഫലമാണ് നമുക്ക് സഭയ്ക്ക് ലഭിക്കുന്നത്. അതായത് മേരിയെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും യേശുവിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനുമുള്ള ഒരു തീഷ്ണത, പ്രചോദനം നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് കന്യത്വവുമായി സഭയുമായിട്ടുള്ള ആ ബന്ധം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തെപ്പറ്റിയും അമലോത്ഭവത്തെപ്പറ്റിയും ഇന്ന് മാതാവിൻ്റെ നിത്യകന്യത്വത്തെപ്പറ്റിയുമായിരുന്നു പഠിക്കുന്നത്. ഇത് മൂന്നും വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. മേരി അമലോത്ഭയായിട്ട് ജനിച്ചു. ആ ജനിക്കുവാൻ കാരണം ദൈവമാതാവായി തീരുവാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന് മേരി നിത്യകന്യകയായി നിലകൊണ്ടു. ഇത് എന്നും തിരുസഭയിൽ ഒരടയാളമാണ്, പ്രതീകമാണ്. വിശ്വാസപൂർവ്വം ജീവിക്കുവാൻ സമർപ്പണത്തോടെ ദൈവവചനമനുസരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആ പ്രചോദനം ലഭിക്കുന്നു മേരിയിൽ നിന്നും. ഇനിയും കൂടുതലായി പരിശുദ്ധ അമ്മയെ എപ്രകാരമാണ് സഭ തലമുറകൾ തോറും ബഹുമാനിച്ചിരുന്നെന്നും മേരിയുടെ ജീവിതവും മേരിയുടെ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള സ്വർഗാരോഹണവുമെല്ലാം എപ്രകാരം സഭയെ നയിക്കുന്നുവെന്നും വീണ്ടുമുള്ള പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കും. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും ശാലോമിലേക്ക് നിങ്ങൾ എഴുതുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സംരക്ഷണവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.